ഹലോ എവരിവൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓൺലൈൻ കോച്ചിംഗ് രംഗത്തെ ഏറ്റവും മികച്ച അക്കാഡമി ടോസ് അക്കാഡമി ഇന്ന് HSC മാത്തമാറ്റിക്സിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. 8 മൊഡ്യൂളുകളാണ് നമുക്ക് മാത്സും സ്റ്റാറ്റിയും കൂടി പഠിക്കാനുള്ളത്. സോ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം എന്തൊക്കെയായിരിക്കും. നമുക്ക് അതിൽ നിന്ന് കുറച്ചെങ്കിലും കൺസെപ്റ്റുകൾ നമുക്കൊന്ന് ഓർത്തെടുക്കാനായിട്ട് നോക്കാം. പെട്ടെന്നൊരു റിവിഷൻ നമുക്ക് ചെയ്യാം. നമ്മൾ HSST മാത്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് എപ്പോഴാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ? സോ HSSTയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അധികം വൈകാതെയൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ HSST മാത്സിൻ്റെ എക്സാമിനും അതുപോലെ VHSC മാത്സിൻ്റെ എക്സാമിനും ടോസ് അക്കാഡമിയിൽ വളരെ ഉന്നത വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. VHSC മാത്സിന് ഫസ്റ്റ് റാങ്കും അതുപോലെ തന്നെ HSST മാത്സിന് 17ാമത്തെ റാങ്കും നമുക്ക് ടോസ് അക്കാഡമിയിൽ നിന്നുണ്ടായിരുന്നു. സോ അടുത്ത HSST മാത്സിൻ്റെ കോച്ചിങ് നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. നമുക്ക് HSCയുടെ മാത്സിൻ്റെ ഒരു റാപ്പിഡ് റിവിഷനിലേക്ക് തന്നെ കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ കൺസെപ്റ്റുകളും നമുക്കൊന്ന് നോക്കിപ്പോകാം. അപ്പോൾ നമുക്കൊരു പെട്ടെന്നുള്ളൊരു റിവിഷൻ ആയിക്കോളും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A എന്ന് പറയുന്ന സെറ്റ് 1 2 3 10 10 എലമെൻ്റ് ഉള്ള ഒരു സെറ്റാണ്. ഈ സെറ്റിൽ നിന്ന് 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എത്ര സബ്സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കാം? ഈ 10 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം നമ്മൾ എപ്പോഴൊക്കെ സെലക്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് ഓരോ ഉപഗണങ്ങൾ കിട്ടും അല്ലേ? സോ 10 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം നമുക്ക് എത്ര രീതിക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെറ്റ് തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, ഇത് പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 10 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം നമുക്ക് എത്ര രീതിക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് കോമ്പിനേഷൻസ് പറയുന്നത്. 10C3 വേസിൽ തിരഞ്ഞെടുക്കാം. ഓക്കെ, സോ 10C3 കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ട്രിക്കാണ്. 10ൽ നിന്ന് 3 നമ്പേഴ്സ് ബാക്കോട്ട് എഴുതുക, 1ൽ നിന്ന് 3 നമ്പേഴ്സ് ഫ്രണ്ടിലോട്ട് എഴുതുക. സോ ഇനി നമുക്കത് ഡിവൈഡ് ചെയ്ത് കളയാം. 2ഉം 8ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 എഴുതണം. 3ഉം 9ഉം കട്ട് ചെയ്ത് 3 എഴുതണം. സോ 4 × 3 12 × 10 120 ആൻസർ കിട്ടും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലത്തിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കയറി 10നെ കട്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് പറ്റും. കാരണം 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ 10നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് 2 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. നമുക്കിത് സെറ്റ് തിയറി അല്ലെങ്കിലും ഉപഗണങ്ങളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഒരു സെറ്റിൽ n അംഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 2n ഉപഗണങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അതുപോലെ തന്നെ കോമ്പിനേഷൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. ഇതൊരു സിമ്പിൾ ട്രിക്ക് മെത്തേഡ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള മലയാളം ഇംഗ്ലീഷ് വേർഡ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇതൊന്ന് മറക്കാണ്ട് ഓർത്തിരുന്നോളാം. സെറ്റ് എന്ന് പറഞ്ഞാൽ ഗണം എന്നുള്ളതാണ്, സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഉപഗണം എന്നുള്ളതാണ്, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കൽ എന്നാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? 120, ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്വിമാന സമവാക്യങ്ങളായ x² - x - 12 = 0, kx² + 10x + 3 = 0 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? ഇവയ്ക്ക് ഒരു പൊതുമൂല്യം ഉണ്ടെങ്കിൽ കെയുടെ വില എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവയുടെ പൊതുമൂല്യം എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കെയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ദ്വിമാന സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ദ്വിമാന സമവാക്യം എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. മൂല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്കൊരു ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് ചെയ്ത് നോക്കാം. x² - x - 12 = 0 നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 കിട്ടണം, സം ചെയ്യുമ്പോൾ -1 കിട്ടണം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്ന നമ്പർ എന്ന് പറയുന്നത് -4ഉം 3ഉം ആയിരിക്കും. സോ x - 4 × x + 3 = 0 എന്ന് എഴുതാം നമുക്ക്. ഇതിൽ നിന്ന് നമുക്ക് x - 4 = 0 ആണെങ്കിൽ x = 4, x + 3 = 0 ആണെങ്കിൽ x = -3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ -3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതോ ഒരെണ്ണമാണ് കോമൺ റൂട്ട്. എക്സിന് 4 കൊടുത്ത് നോക്കാം. എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? k × x², k × 16,
പ്ലസ് 10x പ്ലസ് 10 ഇൻറ്റു 4 പ്ലസ് 3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ 16k ഇസ് ഈക്വൽ ടു -43 എന്ന് വരും. സോ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് -43/16 വരും. നമുക്ക് ഈ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, അപ്പോൾ അതല്ല അവരുദ്ദേശിച്ചിരിക്കുന്ന പൊതുമൂല്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സിന് -3 കൊടുത്ത് നോക്കാൻ രണ്ടാമത്തെ ആയിരിക്കും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഇവരുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിന് -3 കൊടുത്താൽ -3യുടെ സ്ക്വയർ 9, 10 ഇൻറ്റു -3 -30, then plus 3 equal to 0. -30 plus 3 എന്ന് പറയുന്നത് -27 വരും. സോ 9k is equal to 27, k is equal to 3. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് വിചാരിച്ചോ. ആൽഫ ബീറ്റ എന്ന് പറയുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ അതായത് റൂട്ട്സുകളുടെ സം എന്ന് പറയുന്നത് -b/a ആയിരിക്കും. ആൽഫ ഇൻറ്റു ബീറ്റ അതായത് റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് c/a ആയിരിക്കും. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇനി ഒരു സെറ്റ് എക്സാമും കൂടി വരാറായി അല്ലേ. അത് കഴിഞ്ഞ് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടും നമ്മൾ ടോസ് അക്കാഡമി പുതിയ ബാച്ച് അനൗൺസ് ചെയ്യും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്ക് മിക്കവാറും തന്നെ HSSTയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് കിട്ടാവുന്ന ഒരു ലാസ്റ്റ് സെറ്റ് എക്സാം ആയിരിക്കും ഇനി നമുക്ക് വരുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ആ സെറ്റ് എക്സാം തന്നെ നമ്മൾ പഠിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് HSSTയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. HSST ഇനി ഈ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 വർഷം കഴിഞ്ഞ് നമുക്ക് അടുത്ത HSST കിട്ടുള്ളൂ എന്നുള്ളത് ഓർക്കണം കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് എക്സാം തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എൽ ഹോസ്പിറ്റൽ റൂളിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് ആണെങ്കിൽ നിങ്ങൾ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാക്സിമം നോക്കണം. അതിനുശേഷമാണ് നിങ്ങൾ വേറെ ഫോർമുലകളിലേക്കൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുത്തു നോക്കാം. എക്സിന് 0 കൊടുത്തത് 1 മൈനസ് cos 0 ഡിവൈഡഡ് ബൈ 0. cos 0 എന്ന് പറയുന്നത് 1 വരും. സോ ഇത് 1 മൈനസ് 1 0 വരും. ഇത് എന്താണ് 0/0 ഫോം ആണ്. ഒന്നില്ലെങ്കിൽ 0/0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം ആണ് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് ഒരു f(x/g) ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0/0 ഫോമോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതായത് f'(x) g'(x)ന് സെയിം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എഗെയിൻ 0/0 ഫോമോ ഇൻഫിനിറ്റി ഫോമോ ആണെങ്കിൽ എന്ത് ചെയ്യണം, എഗെയിൻ ഇതുപോലെ തന്നെ അടുത്ത ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഏറ്റവും എളുപ്പമായിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ 0/0 ഫോം ആണ് അല്ലേ. അപ്പോൾ മേളിലത്തെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0, cos xൻ്റെ ഡെറിവേറ്റീവ് -sin x, ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പോൾ +sin x, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. sin xന് ലിമിറ്റ് x → 0 കൊടുക്കുമ്പോൾ sin 0 ഈസ് 0. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ എത്രയായിരിക്കും, 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ മാക്സിമം ഫങ്ഷൻസ് തരുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കുക, എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും തന്നെ ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് നമ്മൾ ആലോചിച്ചിരുന്ന് നമ്മൾ സമയം കളയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. കുറച്ചൊന്ന് സമയം പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം നമുക്ക് ഒരു കർവ് തന്നിട്ടുണ്ട്, x² y + ay² = b എന്ന് പറയുന്ന ഒരു കർവ് തന്നിട്ടുണ്ട്. ഈ കർവിലെ ഒരു ബിന്ദുവാണ് 1 1. എന്ന് വെച്ചാൽ എന്താണ്, കർവില് എക്സിനും വൈക്കും 1 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ ട്രൂ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിനും വൈക്കും 1 കൊടുത്താൽ 1² × 1 + a × 1² = b, അതായത് a + 1 = b എന്നുള്ളത് കിട്ടും. ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് ആദ്യത്തെ കൺസെപ്റ്റ് കിട്ടി. ഈ വക്രത്തിൻ്റെ ഈ കർവിൻ്റെ 1 1 എന്ന് പറയുന്ന പോയിന്റിലെ തൊടുവര ടാൻജൻ്റ് ആണ് 4x + 3y = 7. ഓക്കെ, ഇപ്പോൾ ഈ ടാൻജൻ്റ് തരുമ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ്. ഇപ്പോൾ 4x + 3y = 7നെ നമുക്ക് ഏത് ഫോമിൽ എഴുതാം, y = എന്നുള്ള ഫോമിലേക്കൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ 3y = -4x + 7 ആവും. സോ y = -4/3x + 7/3 ആവും. അപ്പോൾ സ്ലോപ്പ് എത്രയാണ്, -4/3 ആയിരിക്കും ടാൻജൻറ്റിൻ്റെ തൊടുവരയുടെ സ്ലോപ്പ്.
ഈ തൊടുവരയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കർവിൽ നിന്ന് കണ്ടുപിടിക്കുക? ഈ കർവിന്റെ ഡെറിവേറ്റീവ്, അതായത് y ഡാഷില് 0.11 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. സോ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അപ്പൊ x² y പ്ലസ് ay² ഈക്വൽ ടു ബിനെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ? ഒറ്റയടിക്ക് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്കൊന്ന് എല്ലാം ഡെറിവേറ്റീവ് എടുക്കാം. സോ ഇത് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ? സോ x² ഇൻറ്റു y ഡാഷ് പ്ലസ് y ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x, ഇവിടെ ay² ഡെറിവേറ്റീവ് a ഇൻറ്റു 2y ഇൻറ്റു y ഡാഷ്, ബിയുടെ ഡെറിവേറ്റീവ് 0. ഓക്കെ, സോ y ഡാഷ് ഉള്ള ടേമിൽ നിന്ന് y ഡാഷ് ഞങ്ങൾ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ഇവിടെ x² ഉണ്ട് 2ay ഉണ്ട്, അത് എഴുതി. 2xy സെപ്പറേറ്റ് എഴുതി ഈക്വൽ ടു 0. ഇനി 1 1 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കാലോ. y ഡാഷ് അറ്റ് 1 1, ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക. അപ്പോൾ 1 പ്ലസ് 2a ആവും. ഇവിടെ എക്സിനും വൈക്കും 1 കൊടുത്താൽ 2 വരും, ഈക്വൽ ടു 0. സോ y ഡാഷ് അറ്റ് 1 1 ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2a എന്ന് കിട്ടും. എന്താണ് ഈ y ഡാഷ് അറ്റ് 1 1 എന്ന് പറയുന്നത്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് 1 1 ആണ്. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. -4/3 ആണ്. അപ്പൊ ഇതെന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2a എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? -4/3 ഈക്വൽ ആണ്. മൈനസ് മൈനസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. സോ 6 ഈക്വൽ ടു 4 പ്ലസ് 8 എന്ന് കിട്ടും. സോ എയുടെ വാല്യൂ എത്ര വരും? 1/4 വരും. സോ ഈ 1 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ ബിയുടെ വാല്യൂ 1 പ്ലസ് 1/4 എത്ര വരും? 5/4 വരും. സോ എ ഈക്വൽ ടു 1/4, ബി ഈക്വൽ ടു 5/4 എന്നുള്ളതായിരിക്കും ഇക്വേഷൻ. അപ്പോൾ ഒരു കർവ് y ഈക്വൽ ടു f(x) തന്നാൽ തൊടുവരയുടെ ചെരിവ് സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആയിരിക്കും. ഏത് ബിന്ദുവിലാണോ ആ ബിന്ദു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഓർക്കുക. കർവ് എന്ന് പറഞ്ഞാൽ വക്രം എന്നായിരിക്കും പറയാ. ബിന്ദു പോയിന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ തൊടുവരയാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് HSCയുടെ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണ്? മലയാളം വേർഡ്സ് ആണ്. സോ മറക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടിന്യൂറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. f(x) തന്നിട്ടുണ്ട്. x² പ്ലസ് bx പ്ലസ് 3 4x ലെസ് ദാൻ 4. 4ന്റെ ലെഫ്റ്റ് സൈഡിൽ ഇത് ഈക്വൽ ടു 4ൽ ഇത്, 4ന്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഒരു തുടർച്ചയുള്ള ഏകതമാണെങ്കിൽ എയും ബിയും എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് കണ്ടിന്യൂറ്റി? തുടർച്ച എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ എന്താണ്? എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, എഫ് പോയിന്റിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എയുടെ ലെഫ്റ്റ് ലിമിറ്റ് f(x), അതുപോലെ f(x)ന്റെ എയിലുള്ള റൈറ്റ് ലിമിറ്റും f(a)യും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 മൈനസ് f(x) എന്താണ് കിട്ടുക? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കണം അല്ലെ? ലെഫ്റ്റ് സൈഡിൽ ഇതാണ് 4 അല്ലെ? അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 മൈനസ് ആവുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. അപ്പൊ 4² പ്ലസ് b ഇൻറ്റു 4 പ്ലസ് 3 എന്ന് വരും. 19 പ്ലസ് 4b എന്ന് വരും. f(4) എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 7 ആണെന്ന് തന്നിട്ടുണ്ട്. 4ന്റെ റൈറ്റ് സൈഡിൽ 4 പ്ലസ് എവിടെ 4 കൊടുക്കണം? 4ന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂവിൽ കൊടുക്കണം. a ഇൻറ്റു 4 പ്ലസ് 3, അപ്പൊ 4a പ്ലസ് 3 എന്ന് വരും. ഇതെല്ലാം ഈക്വൽ ആണ് കണ്ടിന്യൂസ് ആയതുകൊണ്ട്. സോ 19 പ്ലസ് 4b ഈക്വൽ ടു 7 ആയിരിക്കും. 4a പ്ലസ് 3 ഈസ് ഈക്വൽ ടു 7 ആയിരിക്കും. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാലോ. 4a പ്ലസ് 3 ഈക്വൽ ടു 7 ആണെങ്കിൽ എയുടെ വാല്യൂ എത്രയാവണം? 1 ആവണം. 19 പ്ലസ് 4b ഈക്വൽ ടു 7 ആണെങ്കിൽ ബിയുടെ വാല്യൂ എത്രയാവണം? -3 ആവണം. സോ എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ -3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏകതം എന്ന് പറയും. കണ്ടിന്യൂസ് എന്ന് പറയുന്നതിന് തുടർച്ച എന്നായിരിക്കും മലയാളത്തിൽ പറയുക. ഒരിക്കലും മറക്കാതെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് ടോസ് അക്കാഡമിയിൽ HSA, സെറ്റ്, കേടെറ്റ്, സി-ടെറ്റ്, HSST, നെറ്റ്, VHSC, LP, UP, സയന്റിഫിക് ഓഫീസർ അങ്ങനെ തുടങ്ങി PSCയുടെ അത്യാവശ്യം എല്ലാ എക്സാമുകളുടെയും തന്നെ ഓൺലൈൻ കോച്ചിങ്ങുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ എല്ലാ കോച്ചിങ്ങുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ക്വിസുകൾ, ഡെയിലി ക്വിസുകളെല്ലാം എക്സാം ടൈം ആവുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഓർത്തിരിക്കുക. എന്ത് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7510155485 എന്ത് എൻക്വയറിക്ക് വേണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. an എന്ന് പറയുന്നത് 1/n sin 1/n ആണെങ്കിൽ സിഗ്മ an എന്ന് പറയുന്ന ശ്രേണിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒന്നില്ലെങ്കിൽ സംരചിക്കുക അല്ലെങ്കിൽ വിഭ്രജിക്കുക, കമ്പാരിസൺ ടെസ്റ്റിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് നമ്മൾ കൂടുതൽ സീരീസിന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. എപ്പോഴും നമുക്ക് കമ്പാരിസൺ ടെസ്റ്റിലേക്ക് ആലോചിക്കുന്നതായിരിക്കും എളുപ്പം. ഏതൊരു സീരീസിന്റെ പ്രോബ്ലം ചാടിക്കയറി നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് രണ്ട് പോസിറ്റീവ് ടേം സീരീസുകൾ സിഗ്മ എനും സിഗ്മ ബി എനും ഉണ്ടെങ്കിൽ ലിമിറ്റ് an/bnന്റെ വാല്യൂ ഒരു നോൺ സീറോ ഫൈനൈറ്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ സിഗ്മ എനും സിഗ്മ bnനും സെയിം ബിഹേവിയർ ആയിരിക്കും. അതായത് രണ്ടും ഒരുപോലെ കൺവേർജ് ചെയ്യും അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഒരെണ്ണം കൺവേർജ് ഒരെണ്ണം ഡൈവേർജൻറ്റും ആയിട്ട് വരില്ല. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം, നമുക്ക് 1/n sin 1/n പറ്റി നോക്കാം. ഈ sin x ഒക്കെ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ലിമിറ്റ് x ടെൻസ് ടു 0 sin x/xന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം, 1 ആണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഇൻഫിനിറ്റി ആണല്ലേ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി sin 1/n ഡിവൈഡഡ് ബൈ 1/nന്റെ ലിമിറ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അതിനോട്ടേക്കാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിവിടെ sin 1/n ഡിവൈഡഡ് ബൈ n എന്നുള്ള ഫോമിലേക്കായിരിക്കും വരിക. നമുക്ക് bn ആയിട്ട് 1/n² എടുത്ത് നോക്കാം. അപ്പം ലിമിറ്റ് an/bn ചെയ്യാം. an ഇത് ഡിവൈഡഡ് ബൈ bn നമ്മൾ എടുത്തേക്കുന്നത് ചെയ്തു. സോ ഒന്ന് റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin 1/n ഒരു ബൈ n അവിടെ ഉണ്ട്, ഇൻറ്റു ഒരു n² വരും. സോ ഒരു n കട്ട് ചെയ്യും, മേളിൽ ഒരു n വരുന്നതിന് നമുക്ക് 1/n ആക്കി താഴെ എഴുതാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി sin 1/n ഡിവൈഡ് ബൈ 1/n വരും. സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, 1 എന്ന് എഴുതാം. സോ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് സിഗ്മ 1/n² ബിഹേവിയർ എന്താണോ അത് തന്നെയായിരിക്കും ഈ സിഗ്മ anന്റെ ബിഹേവിയറും. സിഗ്മ 1/n² പി സീരീസ് വെച്ചിട്ട് കൺവേർജൻ്റ് എന്ന് നമുക്കറിയാം. സോ ഇതും എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. സോ സംരചിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും. ശ്രേണി എന്ന് പറഞ്ഞാൽ സീരീസ്, സംരചിക്കുക എന്ന് പറഞ്ഞാൽ കൺവേർജൻ്റ്, വിഭ്രജിക്കുക എന്ന് പറഞ്ഞാൽ ഡൈവേർജൻ്റ് ആണ്. മറക്കാതെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. കോംപ്ലക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1+i ഡിവൈഡഡ് ബൈ 1 - i raised to k എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം കെയുടെ ഏറ്റവും ചെറിയ വാല്യൂ അങ്ങനെയൊന്നും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട, കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ചെറുതിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യമേ തന്നെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 1+i ഡിവൈഡഡ് ബൈ 1 - i ചെയ്യണം. 1+i ബൈ 1 - i എന്ത് ചെയ്യാം, ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 - iയുടെ കോൺജുഗേറ്റ് 1+i. അപ്പോൾ 1+i ഇൻറ്റു 1+i ഡിവൈഡഡ് ബൈ 1 - i ഇൻറ്റു 1+i എന്ന് വരും. ഓക്കെ, ദെൻ ഇതെന്താണ്, 1+i ഇൻറ്റു 1+i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1² മൈനസ് +2i ദെൻ +i² വരും. 1² 1, i² -1. സോ 1 - 1 0 ആവും, ബാക്കി 2i നിൽക്കും. ഇത് a+b ഇൻറ്റു a - b വരും. സോ a² - b², 1² - i² വരും. i² -1 ആണ്. സോ 1 + 1 എന്ത് വരും, 2 വരും. സോ 2a ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് i വരും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് i raised to k = 1 ആണ്. i raised to k 1 ആകുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ k എത്രയാണ്, 4 ആണ്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് എന്തറിയണം, ഐയുടെ പവറുകളെ പറ്റി അറിയണം. ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും. 4ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ്, അതായത് ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് i ആയിരിക്കും. ദെൻ ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ -1 ആയിരിക്കും. തരുന്ന പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണെന്നുണ്ടെങ്കിൽ -i ആയിരിക്കും. ഓക്കെ, i raised to 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. സോ i raised to 1, അതായത് i തന്നെയായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. സോ നമുക്ക് ഐയുടെ പവറുകൾ എപ്പോഴും ഓർത്തിരിക്കുക. ഈ ഒരു കൺസെപ്റ്റ് മറക്കാണ്ട് ഓർക്കുക കേട്ടോ. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സിൻ്റെ വ്യതിയാനം 3 ആണ്. അങ്ങനെയാണെങ്കിൽ 2x + 4ന്റെ വ്യതിയാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2 പ്രോപ്പർട്ടീസ് നോക്കാം. വ്യതിയാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയൻസ് ആണ്, മാധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ആണ്. വേരിയൻസിന്റെ പ്രോപ്പർട്ടി ഇതാണ്. വേരിയൻസ് ഓഫ് ax എന്ന് പറയുന്നത് എന്താണ്, a² ഇൻറ്റു വേരിയൻസ് ഓഫ് x ആണ്.
ഓക്കെ. വേരിയൻസ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? വേരിയൻസ് ഓഫ് 2x പ്ലസ് 4നെ വേരിയൻസ് ഓഫ് 2x പ്ലസ് വേരിയൻസ് ഓഫ് 4 എന്ന് എഴുതാം. വേരിയൻസ് ഓഫ് 2x എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് 2² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് കിട്ടും. വേരിയൻസ് ഓഫ് 4 രണ്ടാമത്തെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് 0 കിട്ടും. സോ 2² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് 4 ഇൻറ്റു 3 ആൻസർ എത്രയായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഇത്രയും പ്രോബ്ലംസ് നമുക്ക് എല്ലാ സെക്ഷനും ഒന്നുമല്ല, എന്നാലും അത്യാവശ്യ സെക്ഷനുകൾ കവർ ചെയ്തിട്ടുള്ള ഇത്രയും പ്രോബ്ലംസും അതിൻ്റെ മലയാളം വേർഡ്സ് ഓർക്കാനായി തന്നിരിക്കുന്ന ഫോർമുലകൾ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് റാപ്പിഡ് റിവിഷൻ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും വളരെ നന്നായിട്ട് HSIയുടെ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം A is equal to 1 A plus B plus C B minus C 7 2 2 0 C 3 ഒരു സമമിത മെട്രിക്സ് ബ്രാക്കറ്റിൽ സിമെട്രിക് മെട്രിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ആണെങ്കിൽ എയുടെ വില എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് A1 B2 C3 D ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് എന്താണ്? സമമിത മെട്രിക്സ്, അതായത് സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സിൻ്റെ മലയാളമാണ് സമമിതം. എന്താണ് സിമെട്രിക് മെട്രിക്സ്? A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആണെങ്കിൽ നമ്മൾ Aന് എന്ത് പറയും? സിമെട്രിക് മെട്രിക്സ് അല്ലെങ്കിൽ സമമിത മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് A ഒരു സമമിത മെട്രിക്സ് ആണെങ്കിൽ എയുടെ വില, ഓക്കെ, ഈ എയുടെ വില സ്മോൾ ലെറ്റർ എയുടെ വില എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെട്രിക്സ് സിമെട്രിക് ആയതുകൊണ്ട് എന്തായിരിക്കും? A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A ആയിരിക്കും. അപ്പോൾ നമുക്ക് ട്രാൻസ്പോസ് എഴുതാം. ട്രാൻസ്പോസ് എഴുതി കഴിയുമ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താ വരിക? 1 A പ്ലസ് B പ്ലസ് C B മൈനസ് C. അടുത്ത കോളം എന്താ വരിക? 7 2 2 0 C3 അല്ലേ? ഇത് ആരോട് ഈക്വലാ? ദിസ് ഈസ് ഈക്വൽ ടു എനോട് ഈക്വൽ ആണ്. എ ഒന്ന് ഞാൻ എഴുതാം അവിടെ. A1 A പ്ലസ് B പ്ലസ് C B മൈനസ് C 7 2 2 0 C3 അല്ലേ? ഇതാണ് നമ്മുടെ എ. ഓക്കെ, അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള ആളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? ഈ A പ്ലസ് B പ്ലസ് സിയും ഈ എയും ഈ 7ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? A പ്ലസ് B പ്ലസ് സി ഈസ് ഈക്വൽ ടു എന്താണ്? 7 ആണ്. ഇനി അടുത്ത എന്താ? ഇവിടെ നിന്ന് B മൈനസ് സി എന്തിനോട് ഈക്വൽ ആണ്? 0നോട് ഈക്വൽ ആണ്. B മൈനസ് സി ഈക്വൽ ടു 0. അതുപോലെ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ സി ആരോട് ഈക്വൽ ആയിരിക്കും? 2നോട് ഈക്വൽ ആയിരിക്കും അല്ലേ? C ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് B മൈനസ് സി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ B ഈക്വൽ ടു എന്തായിരിക്കും? C ആയിരിക്കും. C എന്തിനോട് ഈക്വൽ ആണ്? 2നോട് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ബിയും സിയും എന്താണ്? ബിയും സിയും നമുക്ക് 2 ആയിട്ട് കിട്ടി. ഇനി അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലോ. A പ്ലസ് B പ്ലസ് സി ഈസ് ഈക്വൽ ടു 7 ആണ്. സോ നമുക്ക് ബിയുടെയും സിയുടെയും വാല്യൂ ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടും? A ഈസ് ഈക്വൽ ടു 7 മൈനസ് 2 മൈനസ് 2 അല്ലേ? 7 മൈനസ് B മൈനസ് സി ആണ്. ദാറ്റ് ഈസ് 7 മൈനസ് 2 മൈനസ് 2 ദാറ്റ് ഈസ് 7 മൈനസ് 3 7 മൈനസ് 4 3 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ C 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ഈ ക്വസ്റ്റ്യൻ്റെ. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ എന്ത് കൺസെപ്റ്റാണ് ഓർക്കേണ്ടത്? സമമിത മെട്രിക്സ്. സമമിത മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക് മെട്രിക്സ് അല്ലേ? A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A ആവുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സമമിത മെട്രിക്സ് അല്ലെങ്കിൽ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ചോദ്യം AB എന്ന സംഖ്യകളുടെ ലസാഗു 6 ഉസാഗ 2 ആണെങ്കിൽ A പ്ലസ് ബിയുടെ സാധ്യമായ വില എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ LCM എന്താണ്? 6 ആണ്. അതുപോലെ തന്നെ GCD എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് A പ്ലസ് ബിയുടെ സാധ്യമായിട്ടുള്ള വില കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അവരുടെ LCMൻ്റെയും എയുടെയും ബിയുടെയും LCMൻ്റെയും അതുപോലെ തന്നെ അവരുടെ GCDയുടെയും പ്രോഡക്റ്റ് എന്തിനോട് ഈക്വൽ ആണ്? ആ ഗിവൺ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആണ് അല്ലേ? LCM ഓഫ് AB ഇൻറ്റു GCD ഓഫ് AB ഇസ് ഈക്വൽ ടു A ഇൻറ്റു ബിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് LCM എന്താ? ABയുടെ LCM 6ഉം GCD എന്താണ്? 2 ആണ് അല്ലേ? അതാണ് A ഇൻറ്റു ബി എന്ന് പറയുന്നത്. അതായത് A ഇൻറ്റു ബി എന്താ? 12നോട് ഈക്വൽ ആണ്. അപ്പോൾ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും അല്ലേ? ഇനി നമുക്ക് പോസിബിളായിട്ട് A പ്ലസ് ബി ഏതാണ് പോസിബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 12 കിട്ടണമെങ്കിൽ ഏതൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്? ആ രണ്ട് നമ്പേഴ്സ് 1ഉം
12 ആകാം, അല്ലെങ്കിൽ 2ഉം 6ഉം ആകാം, അതല്ലെങ്കിൽ 3ഉം 4ഉം ആകാം അല്ലേ? ഈ പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി 1ഉം 12ഉം ആവുന്ന കേസ്, 1ഉം 12ഉം ഇപ്പോൾ എ ഈക്വൽ ടു 1ഉം ബി ഈക്വൽ ടു 12ഉം ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 1ൻ്റെയും 12ൻ്റെയും എൽ സി എം എന്താണ്? 1ൻ്റെയും 12ൻ്റെയും എൽ സി എം എന്താ? 12 തന്നെയാണ് അല്ലേ? 1ൻ്റെയും 12ൻ്റെയും എൽ സി എം 12 തന്നെയാണ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കുന്നത്? എൽ സി എം 6 ആണ്. സോ ഇത് നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, ഇനി അതുപോലെ എ ഈക്വൽ ടു 2ഉം ഇനി ബി ഈക്വൽ ടു 6ഉമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഇവരുടെ രണ്ടുപേരുടെ എൽ സി എം എന്താ വരിക? എൽ സി എം ഓഫ് 2 ആൻഡ് 6, 6ൻ്റെയും 2ൻ്റെയും എൽ സി എം എന്താ? 6 തന്നെയാണ് അല്ലേ? അവരുടെ ജി സി ഡി എന്താ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ജി സി ഡി എന്തിനോട് ഈക്വലാ? ജി സി ഡി എന്ന് പറയുന്നത് 2 തന്നെയാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് പോസിബിൾ ആണ്. 2ഉം 6ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽ സി എം 6ഉം കിട്ടുന്നുണ്ട്, ജി സി ഡി 2ഉം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷനോട് ഈക്വൽ ആണ് അല്ലേ? എയും ബിയും ഇവിടുത്തെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എ 2ഉം ബി 6ഉം ആണെങ്കിൽ നമുക്ക് എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എ പ്ലസ് ബി എന്ന് പറയുന്നത് 2 + 6 ദാറ്റ് ഈസ് 8 ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പം നമുക്ക് അത് റൈറ്റ് ആണെന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് ഈ 3യുടെ 4ൻ്റെ കേസ് കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ എ ഈക്വൽ ടു 3ഉം ബി ഈക്വൽ ടു 4ഉം ആണെങ്കിൽ എൽ സി എം എന്താ വരിക? എൽ സി എം എന്ന് പറയുന്നത് 3, 4. 3യുടെയും 4ൻ്റെയും എൽ സി എം എന്താണ്? 12 ആണ് അല്ലേ? 12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ആകെ ഒരു പോസിബിലിറ്റി ഈ 2ഉം 6ൻ്റെയാണ്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള സം എന്താ? എ പ്ലസ് ബിയുടെ സാധ്യമായ വില എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 ഫാക്ടോറിയൽ എന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? ഓക്കെ, 100 ഫാക്ടോറിയലിൽ എത്ര സീറോസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ എൻ ഫാക്ടോറിയൽ, ഈ ഒരു റിസൾട്ടാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. സപ്പോസ് എൻ ഫാക്ടോറിയലിൽ എത്ര സീറോസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട്, എൻ ഫാക്ടോറിയലിൽ എത്ര സീറോസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട്, അതായത് പൂജ്യങ്ങളുടെ എണ്ണം. പൂജ്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇതാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ n/5 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ n/5² പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ n/5³ പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇവിടെ പവേഴ്സ് നോക്കിക്കുക, 5ൻ്റെ പവേഴ്സ് ഓരോന്നും കൂടിക്കൊണ്ടിരിക്കുക. 5⁻1, 5⁻2, 5⁻3, അടുത്ത് വരുമ്പോൾ 5⁻4. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ n/5⁴ അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ n എന്താ തന്നേക്കുന്നത്? n 100 ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ 100/5, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 100/5, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 100/5², ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 100/5³ ദാറ്റ് ഈസ് 125 അല്ലേ? പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എക്സെട്ര എവിടെ വെച്ചിട്ടാണ് നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനാണ്. അപ്പോൾ ന്യൂമറേറ്ററിനേക്കാളും വലിയ ഡിനോമിനേറ്റർ വരുന്ന കേസിനകത്ത് നമുക്ക് എന്താ ഒരു 0.something എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ വരുന്ന കേസിനകത്ത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ വരുമ്പോൾ 0.somethingൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അവിടെ വെച്ചിട്ടായിരിക്കും ഇത് ടെർമിനേറ്റ് ആവുക. അപ്പോൾ ഇവിടെ 100/5 എത്രയാണ്? 20 ആണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 20 പ്ലസ് 100/25, 5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 5² എന്ന് പറയുന്നത് 25 ആണ്. ദാറ്റ് ഈസ് 4 വരും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 4. അടുത്ത് എന്ത് വരും? 100/125. അപ്പോൾ അത് 0.something എന്നായിരിക്കും വരിക അല്ലേ? 0.something. ഞാനത് എന്താണെന്ന് എഴുതുന്നില്ല. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 20യുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്താണ്? 20 ആണ്. 4ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 4 ആണ്. 0.somethingൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അങ്ങോട്ട് പോകുന്തോറും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 20 + 4 ദാറ്റ് ഈസ് 24 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, dy/dx മൈനസ് y = e⁻x നിർദ്ധാരണം, അതായത് സൊല്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഇതിൻ്റെ മെത്തേഡ് ഒന്നും അറിയില്ലെങ്കിൽ ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്.
എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിൽ ഇപ്പോൾ വൈ അല്ലേ, ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എന്താ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇ ആണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്, ബ്രാക്കറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സി. ഓക്കെ, ഇനി ഡി വൈ ബൈ ഡി എക്സ് കാണാം. ഡി വൈ ബൈ ഡി എക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. പി റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1 പ്ലസ് ഒന്നുകൂടി നമ്മൾ ചെയ്യണ്ടേ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ മൈനസ് അതിൻ്റെ ഡെറിവേറ്റീവ് അല്ല, നമുക്ക് അവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട വരും. ഓക്കെ, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1, ഇവിടെ ഒരു സി കൂടി ഉണ്ട്, ഇങ്ങനെ വരും അല്ലേ. അതായത് നമുക്ക് എന്താ കിട്ടുക, ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് സി ഇ റേസ് ടു മൈനസ് എക്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, മൈനസ് വൈ ഉണ്ട് അല്ലേ. അപ്പോൾ ഇ റേസ് ടു എക്സ്, ഡി വൈ ബൈ ഡി എക്സിൽ നിന്ന് വൈ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ നോക്കുകയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് വൈ. അതായത് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ്, ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം, അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും, സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിവിടെ ആരെയും ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ എന്തിനോട് ഈക്വൽ ആണിത്, ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സും ഇവിടെ മൈനസ് എക്സ്, അതായത് -2 എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, പിന്നെ -2 സി ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഇ റേസ് ടു എക്സ് കിട്ടണം. അപ്പോൾ ഇ റേസ് ടു എക്സ് അല്ല കിട്ടിയേക്കുന്നത്, സോ നമുക്ക് എ നമ്മുടെ ആൻസർ അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഈ രീതിക്ക് ഈ പ്രോബ്ലം ചെയ്യാം ഓപ്ഷൻസ് വെച്ചിട്ട്. അങ്ങനെയാണ് ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യണത്. ഓക്കെ, ഇനി അതല്ലാതെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇതെന്താ ഒരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷനാണ്, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് അല്ലേ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലേ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ അതിന് ഐ എഫ് എന്ന് ഞാൻ നൊട്ടേറ്റ് ചെയ്യാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇൻ കേസ് ഇത് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വൈസ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ ഒരു ഇത് നമ്മൾ ചെയ്ത് കാണിച്ചത് ഓപ്ഷൻ വൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലെ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാം അല്ലേ. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എന്താ വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് പി ഓഫ് എക്സ് അല്ലേ. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എന്താ -1 ആണ്, അപ്പോൾ -1 എക്സ് എന്ന് വരും അല്ലേ, സോറി -1 എന്ന് വരും, -1 ഡി എക്സ് -1 ഡി എക്സ് എന്ന് വരും, ദാറ്റ് ഈസ് ഇ റേസ് ടു -1ൻ്റെ ഇൻ്റഗ്രൽ എന്താ -x. അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ നമുക്ക് കിട്ടി, ഇ റേസ് ടു -x ആയിട്ട് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക, y ഇൻറ്റു ഇ റേസ് ടു -x ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഓഫ് എക്സ് എന്താണ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എന്താ ഇ റേസ് ടു -x ഡി എക്സ് പ്ലസ് സി എന്ന് വരും. ഇതെന്ത് വരും, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു -x, ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഇ റേസ് ടു 0, ദാറ്റ് ഈസ് 1 ആയിരിക്കും വരിക. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 dx പ്ലസ് സി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു
1 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് സി എന്ന് കിട്ടി. അതായത് നമുക്ക് y എന്താ കിട്ടിയേക്കുന്നത്, y ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്, എക്സ് പ്ലസ് സി എന്നാണ് കിട്ടിയേക്കുന്നത് അല്ലേ. അതായത് y ഈക്വൽ ടു എന്ത് വരും, എക്സ് പ്ലസ് സി ബൈ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വെക്റ്റർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണെങ്കിൽ ഡെൽ ക്രോസ് വെക്റ്റർ ആർ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഡെൽ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ അറിയേണ്ടത് എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതെന്നുള്ള കാര്യം അറിയണം. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് വെക്റ്റർ എ ഇസ് ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k and vector b is equal to b1i plus b2j plus b3k. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദിസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ, പിന്നെ ഈ എയിലെ കമ്പോണൻസുകൾ a1 a2 a3, ഇവിടെയോ b1 b2 b3 കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഈ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി കിട്ടും. ഇനി ഡെൽ എന്തിനോട് ഈക്വൽ ആണ്? ഡെൽ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ, ഇത് വൈ ആണ്, പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെയിനോട് ഈക്വൽ ആണ്. ഓക്കെ, ഇതാണ് ഡെല്ല്. അപ്പം നമുക്ക് ഡെൽ ക്രോസ് വെക്റ്റർ ആർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഡെൽ ക്രോസ് വെക്റ്റർ ആർ നമ്മൾ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് ഐ ഫസ്റ്റ് റോ ആയിട്ട് ഐ ജെക്ക് എഴുതുക, സെക്കൻഡ് റോ ഡെല്ലിൻ്റെ കോഎഫിഷ്യൻസ് വേണം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ്, അടുത്തത് ഡോ ബൈ ഡോ വൈ, അടുത്തത് ഡോ ബൈ ഡോ സെഡ്, അടുത്ത റോ ആയിട്ട് വരണം എന്തായിരിക്കും? ആറിൻ്റെ കമ്പോണൻസ് എക്സ് വൈ സെഡ്. ഓക്കെ, ഇനി ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എന്തെഴുതുക, ഡോ ബൈ ഡോ വൈ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് വൈ. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു ഡിറ്റർമിനൻ്റ് വാല്യുവേറ്റ് ചെയ്താൽ മതി, ഡോ ബൈ ഡോ എക്സ് സെഡ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഡോ സെഡ് എക്സ്. അടുത്ത എന്ത് വരും? അടുത്തത് പ്ലസ് കെ ഇൻറ്റു എന്താ വരിക? ഡോ ബൈ ഡോ എക്സ് വൈ മൈനസ് ഡോ ബൈ ഡോ വൈ എക്സ് അല്ലേ. ഇങ്ങനെയാണ് വരണത്. ഇനി ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് എന്താ? ഇതെന്താ വരിക? ഇത് 0 ആയിപ്പോവും അല്ലേ. ഡോ ബൈ ഡോ സെഡ് വൈ എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു വൈനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇതും 0 വരും. അപ്പോൾ ഐയുടെ കമ്പോണൻറ്റ് 0 ആയിട്ടോ. അപ്പോൾ 0 പ്ലസ് ഐ 0 ഇൻറ്റു ഐ എന്നായി, പ്ലസ് അടുത്തത് നോക്കിക്കേ, സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതും എന്തായി പോവും? 0 ആയി പോവും. അതുപോലെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുക. അതും എന്തായി പോവും? 0 ആയി പോവും. ഓക്കെ, അതുപോലെ എന്തായി പോവും? ഇതും 0 ആയി പോവും, ഇതും 0 ആയി പോവും. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്താ കിട്ടുക? ടോട്ടൽ നമുക്ക് 0 ആണ് കിട്ടുക. 0i പ്ലസ് 0j പ്ലസ് 0k, അതായത് 0 കിട്ടുക. അപ്പോൾ ഡെൽ ക്രോസ് വെക്റ്റർ ആർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 0നോട് ഈക്വൽ ആയിരിക്കും. 0 വെക്റ്ററിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഏതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക, 0 വെക്റ്റർ. അടുത്തൊരു ചോദ്യം, ഒരു സാമ്പിൾ സ്പേസ് ഒമേഗയിലെ ഒരു ഇവൻറ്റ്, ഒമേഗയല്ല സാമ്പിൾ സ്പേസിൻ്റെ ഒരു നൊട്ടേഷനാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഇവൻറ്റ് എ എന്നത് അതിനോട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയാൽ പി ഓഫ് എയുടെ സാധ്യമായ വില എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്? ഒരു സാമ്പിൾ സ്പേസിലെ ഒരു ഇവൻറ്റ് എ അതിനോട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് വെച്ചാൽ എന്താണ്?
ഇപ്പോൾ രണ്ട് ഇവൻറ്റ്സ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്തിനോട് ഈക്വലാ? എ ഇൻ്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ട് ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എ അതിനോട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എനോട് ഈക്വൽ ആണ്. ഇനി എ ഇൻ്റർസെക്ഷൻ എ എന്താണെന്ന് നമുക്കറിയാം. എ ഇൻ്റർസെക്ഷൻ എ എന്താ? എ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഇതിന് പകരം എന്തെഴുതാം? പി ഓഫ് എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് എ ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഇവിടെ മൈനസ് അല്ലേ, ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി കോമൺ ആയിട്ട് പി ഓഫ് എ ഔട്ട്സൈഡ് എടുക്കാം. പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് ഒന്നെങ്കിൽ പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ഓർ 1 മൈനസ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0. 1 മൈനസ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 1. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കാം. സാധ്യമായ വില എന്താ പി ഓഫ് എയുടെ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഏതാണ്? 1 ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, അതായത് ഓപ്ഷൻ എ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഇന്നത്തെ റാപ്പിഡ് റിവിഷൻ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. നന്നായിട്ട് പഠിക്കുക, പോർഷൻസ് എല്ലാം ഒന്നുകൂടി ഒന്ന് റിവിഷൻ നടത്തുക. അപ്പോൾ HSCയുടെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്.